തീർച്ചയായിട്ടും രാത്രിയിലെ ഗുരുവായൂരപ്പന്റെ ശീവേലി കാണണം. ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തിയായിട്ട്, ഗുരുവായൂരപ്പൻ ഒരു രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാവും. ശരിക്കും ഗുരുവായൂരപ്പൻ ദ്വാരകയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണോ നമ്മുടെ അടുത്തേക്ക് നമുക്ക് തോന്നുന്നു. അതിൽ ഗുരുവായൂരപ്പന്റെ ശ്രീഭൂതബലിയാണ് ആദ്യത്തെ 3 പ്രദക്ഷിണം. 4ാമത്തെ ഒരു പ്രദക്ഷിണമാണ് ഗുരുവായൂരപ്പൻ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ താജ്മഹലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഗുരുവായൂരപ്പന്റെ അതിശീലം. 4ാമത്തെ ശിവേലിക്ക് 2 പാക്കാന എക്സ്ട്രാ വരും. മുമ്പുള്ള തിടമ്പ് മാറ്റി വേറൊരു കൊമ്പന്റെ പത്ത് വരും. 3 ആനപ്പുറത്താണ് ആ ശിവേലി. അതുവരെ ഭഗവാൻ ആനയുണ്ട്. ആ ശിവേലി നടക്കുന്ന സമയത്ത് രാത്രിത്തെ ആ ഒരു ഭഗവാന്റെ കോലം ആനയുടെ പുറത്തേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഹാർമോണിയൊക്കെ വായിക്കുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം ആ കൊടിമരത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും, ഈ ചന്ദനത്തിന് പോലുള്ള കാര്യങ്ങളെ കത്തിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് അവിടെ കയറ്റുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ള ഭഗവാന്റെ രാത്രിയിലെ 4ാമത്തെ പ്രദക്ഷിണത്തിന് നിങ്ങൾക്ക് എടക്കയിലും നാദസ്വരത്തിലുള്ള ഒരു കീർത്തനം കേൾക്കാൻ സാധിക്കും. വേറെ ഒരു ക്ഷേത്രത്തിലും അത് അവകാശപ്പെടാനില്ല. എടക്ക പ്രദക്ഷിണാണ്. എടക്കയും അതുപോലെ നാദസ്വരവും മാത്രം ഉപയോഗിക്കുന്നത്.